വെൽക്കം ബാക്ക് മൈ ചാനൽ. 2 ഗ്ലാസ് പച്ചരി നന്നായി കഴുകി വെള്ളത്തിൽ 1 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെക്കണം. അടുത്തതായിട്ട് ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ശർക്കര എടുത്തിട്ടാണ്. 3 ശർക്കര 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ പാവ് കാച്ചി എടുക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം. ഈ ഒരു കറക്റ്റ് അളവിലാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഈ പാവ് കാച്ചിയത് നമ്മൾ നേരത്തെ നമ്മൾ പച്ചരി വെള്ളത്തിൽ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഒഴിക്കണം. അതിന് വേണ്ടി അരിപ്പ വെക്കണം. ആ അരിപ്പയിലേക്ക് ഈ പാവ് കാച്ചത് നമുക്ക് ഒഴിക്കാം. അപ്പോൾ അതിൽ വല്ല തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും. അതിനുശേഷം ഈ പച്ചരിയും ഈ പാവ് കാച്ചതിലേക്ക് നമ്മൾ 3 പാളയം കുടം നല്ല പഴുത്ത പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിഡ് ജാറിൽ വെച്ചിട്ട് അരയ്ക്കാം. വളരെ നന്നായിട്ട് അരയ്ക്കാൻ പാടില്ല, ഒരു തരിതരിപ്പ് വേണം. എന്നിട്ട് അരച്ചത് നമ്മളൊരു 5 മണിക്കൂർ, അത് മസ്റ്റാണ്, 5 മണിക്കൂർ ഈ മിശ്രിതം എടുത്ത് വെക്കണം. ഇനി അടുത്തൊരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ട് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ 5 മണിക്കൂർ വെച്ചിട്ടുള്ള ആ മിശ്രിതമില്ല, ആ മിശ്രിതത്തിലേക്ക് ഈ തേങ്ങാക്കൊത്ത് നെയ്യിൽ പൊരിച്ചെടുത്തത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം. ഒരുപാട് വെള്ളം ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ഈ പാകത്തിലെടുക്കണം. നല്ല സോഫ്റ്റായിരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ വളരെ ടേസ്റ്റും ആയിരിക്കും. കാരണം ഇതിൽ നമ്മൾ 5 മണിക്കൂർ ഈ മിശ്രിതം വെക്കുന്നത് കൊണ്ട് തന്നെ മിശ്രിതം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് വെക്കുക. ആ പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ പാടും. വെളിച്ചെണ്ണ നന്നായി ഒഴിച്ചതിന് ശേഷം കുറച്ച് പശുവിൻ്റെ നെയ്യ് എല്ലാറ്റിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിശ്രിതം എല്ലാറ്റിലേക്കും ഒഴിച്ച് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന രീതിയിൽ നമുക്ക് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുള്ളൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 2 ഗ്ലാസ് പച്ചരി നമ്മൾ 1 മണിക്കൂർ കുതിർത്ത് അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 25 നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ധൈര്യമായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം, ഒരിക്കലും കിട്ടാതെ പോകില്ല. വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല സുഖമാണ്. എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് എടുത്തും വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം.